എന്നോട് വിരോധമുള്ളവർ വന്ന് എന്നെ കൊല്ലുക, അല്ലെങ്കിൽ വിഷം തന്ന് കൊല്ലുക, അല്ലെങ്കിൽ കുത്തിക്കൊല്ലുക. സഹോദരി രേണുസുധിയുടെ ആരോഗ്യ ഞെട്ടിക്കുന്ന നടുക്കുന്ന 3 വീഡിയോ ക്ലിപ്പുകൾ. അതായത് രേണുസുധി ഞങ്ങളുടെ എല്ലാമാണ്, രേണു നല്ലവളാണ്, ബിഷപ്പ് നല്ലവനാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പേര് കമൻ്റ് ഇടുന്നുണ്ട്. അവർക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ മമത മോഹൻദാസ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. മമത മോഹൻദാസിന് മുമ്പ് ക്യാൻസർ ആയിരുന്നു. അവർ പറയുന്നത് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. ഒരു ക്യാൻസർ വന്ന രോഗിക്ക് അങ്ങനെ ഒരു രോഗം ആർക്കും വരരുത് പൊന്നുമനുഷ്യന്മാരെ. ഒരു കാര്യം പറയാം, ക്യാൻസർ വന്ന രോഗിക്ക് ഫോണിൽ വാട്സപ്പിൽ സ്റ്റാറ്റസ് പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥ എന്നാണ് മമത മോഹൻദാസ് പറയുന്നത്. അത് ഞാൻ വെച്ചു തരാം. നേരെ മറിച്ചിട്ട് രേണുസുധി, അതായത് കിച്ചുവിൻ്റെ പച്ച ഇറച്ചി തിന്നുന്നില്ലേ, 24 മണിക്കൂറും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ലേ, ഇവർക്ക് ഇതെങ്ങനെയാണ് പറ്റുന്നത്? അപ്പോൾ ഞാനും നിങ്ങളും സംശയിക്കേണ്ടതുണ്ട്, ആ രോഗം തന്നെ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന്. പൊന്നു മനുഷ്യന്മാരെ, മമത പറയുന്നത് ഞാൻ വെച്ചു തരാം. അതിനുശേഷം രേണുസുധി എന്തൊക്കെയോ വൃത്തികേട് പറയുന്നുണ്ട്. പിന്നെ പുതിയ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി. നിങ്ങൾക്ക് ആ കാര്യം അറിയോ? വീണ്ടും ഇതൊരു ക്യാൻസർ ബാധിച്ച ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്? പൊന്നു മനുഷ്യന്മാരെ, അതിനുശേഷം നോക്കൂ നിങ്ങൾ, അതായത് നമ്മുടെ കിച്ചുവിന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ യൂട്യൂബേഴ്സിനും കേസ് കൊടുക്കാൻ രേണുസുധിയും കൂട്ടാളികളും തയ്യാറാവുന്നു എന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഗതിയാണ്. കിച്ചുനെതിരെ സൈബർ അറ്റാക്ക് ആണ്. ഞങ്ങളെപ്പോലെയുള്ള അതുൽ വ്ളോഗ്സ്, ഷെഫീന ബീവി, എന്നെപ്പോലെയുള്ള വളരെ ചുരുക്കം യൂട്യൂബേഴ്സ് മാത്രമാണ് ഈ പറയുന്ന കിച്ചുവിന് സപ്പോർട്ട് കൊടുക്കുന്നത്. നിലവിൽ പറയുകയാണ്, കിച്ചുവിന് സപ്പോർട്ട് കൊടുക്കുന്ന എല്ലാ യൂട്യൂബിനെ നിരോധിക്കണം. നാണമില്ല ഇവറ്റകൾക്ക്, ഉളുപ്പ് എന്ന് പറയുന്ന സാധനമില്ല ഇവറ്റകൾക്ക്. ഒരു ബിഷപ്പ് ഇറങ്ങിയിട്ടുണ്ട് ഈ നമ്മുടെ കിച്ചുവിന്റെ ജീവിതം എന്നേക്കുമായിട്ട് ഇല്ലാതാക്കാൻ വേണ്ടി. പൊന്നുമനുഷ്യന്മാരെ, വിഷയത്തിലേക്ക് കിടക്കാം. കിച്ചുവിനെ ഇഷ്ടമുള്ള എല്ലാവരും ലൈക്ക് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യം അച്ഛൻ പുതിയ വീഡിയോയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കാണാം. സഹോദരി രേണുസുധിയുടെ ആരോഗ്യ പ്രശ്നങ്ങളിലാണ് നമ്മൾ മുൻതൂക്കം നൽകുന്നത്. രേണുസുധി സുഖമില്ലാതെ ഭവനത്തിൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വിശ്രമത്തിലാണ്. അപ്പം പ്രാർത്ഥിക്കുവാനായിട്ട് വരുന്നതാണ്. അവരുടെ ഭവനം എന്നോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രാർത്ഥിക്കുവാനായിട്ട് വരുന്നു. രേണുസുധിയുടെ വേദനയിലും ഈ രോഗത്തിൻ്റെ അവസ്ഥയിൽ പ്രാർത്ഥനയിൽ ചേർത്ത് നിർത്തുക എന്നുള്ളത് ഒരു പുരോഹിത ദൗത്യം. അത് ഞാൻ ചെയ്യുകയാണ്. ഇപ്പോൾ ഈ കുടുംബത്തിന് ഏറ്റവും ആവശ്യം പ്രാർത്ഥനയാണ്. അത്രയ്ക്കും വേദനയിലൂടെയാണ് അവർ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് അവരെന്നെ ഇൻവൈറ്റ് ചെയ്തു. ഞാൻ വന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനോടൊരു കാര്യം പറയാം. അച്ഛ, പ്രാർത്ഥനയെങ്കിൽ പ്രാർത്ഥിക്കണം, അല്ലാതെ കിച്ചുവിൻ്റെ പച്ചയിറച്ചി തിന്നുന്നതാണോ? നിങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കിച്ചുവിൻ്റെ മാംസമല്ലേ നിങ്ങൾ തിന്നുന്നത്? അതാണോ പ്രാർത്ഥന? അതാണോ നിങ്ങൾക്ക് പഠിപ്പിച്ചത്? പൊന്നു മനുഷ്യന്മാരെ, അച്ഛനെ ഞാൻ വെല്ലുവിളിക്കുന്നതല്ല, പറയേണ്ടി വരുന്നുണ്ട്. എൻ്റെ ഏറ്റവും അവസാനം അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ നിങ്ങൾ കാണണം. അച്ഛൻ ചെയ്ത എല്ലാ വൃത്തികേടും, ഫോൺ സംഭാഷണം അടങ്ങുന്നതെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അച്ഛന് ആരുടെ കയ്യിൽ നിന്ന് കൊട്ടേഷൻ മേടിച്ചിട്ട് ഈ കിച്ചുവിൻ്റെ ജീവിതം ഇല്ലാതാക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ രേണുവിനെ കുറിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞു. അപ്പോൾ കിച്ചു ആരോരുമില്ലാത്ത കിച്ചിനെ കുറിച്ചിട്ട് ഒന്നും അറിയണ്ട. അവൻ രാഹുൽ ദാസ് ആണ്, അവൻ വലിയൊരു കള്ളനാണ്. കിച്ചുവിൻ്റെ കയ്യിൽ നിന്ന് എന്തോ പിടിച്ചിനത്രേ. നാണമുണ്ടോ അച്ഛൻ? നിങ്ങൾ പള്ളിയിൽ അച്ഛനല്ലേ? നിങ്ങളൊക്കെ ഇങ്ങനെയാണോ പറയേണ്ടത്? പൊന്നുമനുഷ്യന്മാരെ, ബാക്കി വിഷയത്തിലേക്ക് കടക്കാം. രേണു പുതിയതായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്നൊന്നായിട്ട് കേട്ടിട്ട് മറുപടി കൊടുക്കാം. ഹലോ, നമസ്കാരം. രേണുസുധിയാണ്. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വന്നത്. എൻ്റെ ഒരു ഫ്രണ്ട്, അതായത് അൻഷാദ് എന്ന് പറയുന്നവൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് പറയുന്നത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഇത് മറ്റേ തൂങ്ങു കേസ് എന്ന് തോന്നുന്നുണ്ട്. അൻഷാദ് എന്ന് പറയുന്ന ആ പയ്യൻ തൂങ്ങി എന്ന് പറഞ്ഞത്, അതൊക്കെ ഉഡായിപ്പാണ്. ഇവറ്റകൾ തന്നെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടാക്കുന്ന പക്ക നാടകമാണ് നമ്മുടെ കിച്ചുവിനെ ഇല്ലാതാക്കാൻ വേണ്ടി. ഇവറ്റകൾ വിചാരിച്ചത് രേണുസുധി തൂങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചുവിന് തെറി വിളിക്കും, എല്ലാവരും കിച്ചുവിനെ വെറുക്കും, രേണു പുണ്യാളത്തി എന്ന് പറയുന്നു. ഒരു കാര്യം പറയാം പൊന്നു മനുഷ്യന്മാരെ, ഹോസ്പിറ്റലിൽ മല്ലടിച്ച് കിടക്കുന്ന ഒരു പെണ്ണാവട്ടെ ആണാവട്ടെ, അവനെ കുറിച്ചിട്ട് അവൻ തൂങ്ങാൻ ശ്രമിച്ചു എന്ന് ഞാൻ കള്ളവാർത്ത കൊടുത്തു കഴിഞ്ഞാൽ, അത് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ജാമ്യമില്ലാ വകുപ്പിൽ മിനിമം ഒരു 10 വർഷമെങ്കിലും ജയിലിൽ കിടക്കണം. അപ്പോൾ രേണുവിൻ്റെ സമ്മതമില്ലാതെ ആരെങ്കിലും അങ്ങനെയുള്ള പരിപാടി എടുക്കോ, അങ്ങനെയുള്ള പണിയെടുക്കോ? അതായത് രേണു പറഞ്ഞിട്ട് തന്നെയാണ് അൻഷാദ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് എന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത്. ബാക്കിയും കൂടി കേട്ട് നോക്കാം. സീമാജി നായർ ചേച്ചി ഹോസ്പിറ്റലിൽ വന്നെന്നുള്ള സത്യമാണ്. എന്നെ കാണാൻ ICU കയറിയിട്ടില്ല, എന്നെ കണ്ടിട്ടില്ല. വീഡിയോ കോളിലാണ് എൻ്റെ ചേച്ചി കാണിച്ചു തന്നത് ചേച്ചീനെ. അതുപോലെ ആ ഒരു പിക്ക് AI പിക്കാണ്. ബുദ്ധിയുള്ളവർക്കും അല്ലാത്തവർക്കും എല്ലാം മനസ്സിലാക്കുന്ന കാര്യമാണ് ഞാൻ ഇട്ടേക്കുന്ന AI പിക്ക്. അങ്ങനെ ഒരു പിക്ക് ചേച്ചി എന്നെ നേരിട്ട് കാണാത്തതുകൊണ്ടും എടുക്കാൻ പറ്റാത്തതുകൊണ്ടും ഫോട്ടോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടും ICU കയറ്റാത്തത് കൊണ്ടും ആ ഒരു പിക്ക് AI വെച്ചിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ആ AI വെച്ചിട്ട്, അല്ലാതെ അത് എല്ലാവർക്കും കണ്ടറിയാം AI ആണെന്ന്. അപ്പം പിന്നെ അവിടെ ആ ഹോസ്പിറ്റലിൽ വൈറ്റ് ആൻഡ് വൈറ്റ് ആണ് നമുക്ക് ICUവിൽ ഇടേണ്ട വേഷം. മെഡിക്കൽ കോളേജിൻ്റെ കാര്യം അറിയാമല്ലോ.
ആരെ ICU കയറ്റത്തൊന്നുമില്ല. ഒരു കാര്യം പറയാം, രേണുവിനെ കാണാൻ ആര് പോകുന്നുണ്ടെങ്കിലും കാണിക്കത്തില്ല, വീഡിയോ കോളാണ്. എൻ്റെ വായിലെന്തെങ്കിലും വരും. 24 മണിക്കൂറും വീഡിയോ അപ്ലോഡ് ചെയ്യാനും മൊബൈൽ യൂസ് ചെയ്യാനും കിച്ചുവിനെ തെറി വിളിക്കാനും ഒരു പ്രശ്നവുമില്ല. ഇവരെ കാണാൻ പോയാൽ കാണിക്കത്തില്ല. ഇതിലെന്തോ ഒരു ഉടായിപ്പ് എൻ്റെ പൊന്നു മനുഷ്യന്മാർ എനിക്ക് പേഴ്സണലി മണക്കുന്നുണ്ട് ഇങ്ങനെ പറയാൻ. കാരണം ഒരു ക്യാൻസർ എന്ന മഹാരോഗം ആർക്കും വരരുത്. രേണുവിന് അങ്ങനെ ഒരു രോഗമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിനെ നീ ഇല്ലാതാക്കി കൊടുക്കണേ എന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. ഒരു കാര്യം പറയാം, ക്യാൻസർ എന്ന അത്രയും മഹാമാരിയായിട്ടുള്ള രോഗം വന്നപ്പോൾ ഇവരുടെ മുടി മൊട്ടയടിച്ചു. എന്നാൽ അതേ ദിവസം രാത്രി തിരിച്ച് മുടി വെക്കുന്നു. എന്തൊരു നാടകമാണ് നമ്മൾ ഈ കേൾക്കുന്നത്. അതിനുശേഷം ഇവരെ കാണാൻ പോകുന്ന ആരെയും കാണിക്കത്തില്ല. എന്തൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത് കേൾക്കുന്നത്? ബാക്കിയും കൂടി കേട്ടു നോക്കാം. ചേച്ചി ആവശ്യത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്കിപ്പം ബാത്റൂമിൽ പോകണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ സിസ്റ്റർമാർ വിളിക്കുമ്പോൾ എൻ്റെ ചേച്ചി വന്ന് കാണും. അതല്ലാതെ വെറുതെ സഹായം ചെയ്യുന്നവരെ, എന്നെ വന്ന് കാണുന്നവരെ ഇങ്ങനെ ക്രൂശിക്കരുത് ദയവേത്. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ ക്യാൻസറിൻ്റെ ചികിത്സയൊന്നും നിങ്ങൾ ഇതാക്കണ്ട. നിങ്ങൾ എന്നോട് വിരോധമുള്ളവർ വന്ന് എന്നെ കൊല്ലുക, അല്ലെങ്കിൽ വിഷം തന്ന് കൊല്ലുക, അല്ലെങ്കിൽ കുത്തിക്കൊല്ലുക. ക്യാൻസർ എനിക്കും പറയാൻ അത് തന്നെയാണ് രേണുവയുള്ളത്. ആ കിച്ചുവിനങ്ങ് തീർത്തേക്ക്. പാവപ്പെട്ട ആ മനുഷ്യൻ ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് നീ കിച്ചുവിനെ തെറി വിളിച്ചാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. നീ അങ്ങനെയെന്ന് എല്ലാവർക്കും അറിയാം. ആ പള്ളിയിലച്ഛനെ കൊണ്ട് നീ വിളിപ്പിച്ചില്ലേ? ഒരു പള്ളിയിലച്ഛൻ പറഞ്ഞാൽ പൊന്നു മനുഷ്യന്മാരെ, ഈ വീഡിയോ കാണുന്ന എനിക്കും നിങ്ങൾക്കും നമുക്കറിയാം അത് ഉടായിപ്പെന്ന്. പക്ഷേ പള്ളിയിൽ അച്ഛന്മാരെ വിശ്വസിക്കുന്ന എത്രയോ വിശ്വാസികളുണ്ട്. അവരൊക്കെ വിചാരിക്കുന്നത് കിച്ചു തെമ്മാടി എന്നല്ലേ. എടി രേണുവേ, ഞാൻ ശപിക്കുന്നില്ല, ദൈവമേ എത്രയും പെട്ടെന്ന് നിന്റെ രോഗം ഇല്ലാതാക്കണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്നാലും രേണുവേ, ഇത് ഓവറാണ്. ദൈവമെന്ന മഹാശക്തി ഉണ്ട് എന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. നിനക്ക് പൊന്നുമോളെ, ആ ഒരു കിച്ചുവിന് ആരോരുമില്ല, പാവപ്പെട്ട മനുഷ്യനാണ്. സങ്കടം ആരോട് പറയും? ഓക്കെ പൊന്നു മനുഷ്യന്മാരെ, മമത മോഹൻദാസ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് നമുക്ക് വീഡിയോ മൈൻഡ് ചെയ്യാം. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 2009 ഡയഗ്നോസ് ആയ സമയത്ത് അപ്പോളോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഏറ്റവും, ഞാനിപ്പോൾ ഒരു സിനിമയിലൊക്കെ ആയതുകൊണ്ട് ആവാം, ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഡോക്ടർ വാസ് റെക്കമെൻഡഡ് ടു മീ. ആൻഡ് ഓബ്വിയസ്ലി ഐ ഹാഡ് മൈ ഫസ്റ്റ് കൺസൾട്ടേഷൻ വിത്ത് ഹിം. ദ റീസൺ വൈ ഐ സേ ദിസ് ഇസ് ബിക്കോസ് പണ്ട് തൊട്ടേ ഐ എം സമ്മൺ ഹൂ ഹാസ് എ സ്ലൈറ്റ് പ്രോബ്ലം വിത്ത് എന്താ ട്രസ്റ്റ് ഇഷ്യൂസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ പേരുള്ള സ്ഥലത്ത് ഞാൻ പോകാറില്ല. സോ പേരുള്ള ഡോക്ടർ വന്നപ്പം ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻസിനൊന്നും ഒരു സമയം എനിക്ക് ഒരുപാട് സമയം തരാൻ പറ്റിയിട്ടില്ല. എന്ന് വെച്ചാൽ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം കിട്ടിയില്ല. ഒരു ലെറ്റസ് റഷ് ഹർ ഇൻ ടു ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലായിരുന്നു അപ്രോച്ച്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ട്രീറ്റ്മെൻറ്റ് അവിടെ നിൽക്കട്ടെ. ഐ നോ ദറ്റ് ഐ എം ഹാർഡ്ലി ഏബിൾ ടു ബ്രീത്ത് ബിക്കോസ് എനിക്ക് ആ സമയത്ത് സിവിയർ ആയിട്ട് ആസ് എ സിംറ്റം ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഉണ്ടായിരുന്നു. ആൻഡ് ഐ ടോൾഡ് ദം ദാറ്റ് I want a doctor who can first be by my bed when I'm taking my first chemo. Bedside manner എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് amongst doctors. And I think that is where you get that care, where you get that attention is where you need to be and under whom you need to be treated. So ഇത് എന്നും നിങ്ങൾ ആലോചിക്കുക, എന്നും ഓർക്കുക. കാരണം ക്യാൻസർ നമ്മുടെ വാതിൽക്കൽ തട്ടുന്നത് വരെ സത്യം പറഞ്ഞാൽ ആരും ആഴത്തിൽ അതിൻ്റെ കോംപ്ലെക്സിറ്റീസിനെ കുറിച്ച് ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഐദർ ഇറ്റ് ഹാസ് ടു ഹാപ്പൻ നോട്ട് ഈവൻ ടു എൻ എക്സ്റ്റെൻഡഡ് ഫാമിലി മെമ്പർ, ഇറ്റ് ഹാസ് ടു ഹാപ്പൻ ടു എൻ ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പർ ബിക്കോസ് ദാറ്റ് ഇസ് ഹൗ ബിസി വി ഓൾ ആർ ടുഡേ. ആൻഡ് ദ മോർ ബിസി യു ഗെറ്റ്, the more stress-related disease you get. And stress basically causes inflammation in your body. Inflammation is one of the key factors that creates the perfect environment for cancer to thrive in your body. നമ്മുടെ എല്ലാവരുടെയും ബോഡീസിൽ ക്യാൻസർ സെൽസ് ഉണ്ടെന്ന് പറയുന്നത്, പക്ഷേ യു ഹാവ് T cells which actually fight it. So you can, ഞാൻ എപ്പോഴും there are a lot of people who ask me, മമതയുടെ ഹെൽത്ത് എങ്ങനെയുണ്ട്? അപ്പം ഞാൻ എപ്പോഴും പറയും ഐ എം വെൽ എന്നല്ല പറയാം. സേ ഇറ്റ്സ് ഇൻ കൺട്രോൾ, ഇറ്റ്സ് ഇൻ മൈ കൺട്രോൾ. മൈ ഹെൽത്ത് ഇസ് ഇൻ മൈ കൺട്രോൾ. ആൻഡ് അത് ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല, ഇറ്റ്സ് ഓൾസോ യുവർ മെൻറ്റൽ ഹെൽത്ത്. സോ മെൻറ്റൽ ഹെൽത്ത് ഇസ് സംതിങ് വിച്ച് ഇസ് റിയലി എന്താ പറയുക, വളരെ ലെസ് ഡിസ്കസ്ഡ് ആണ്. മെൻറ്റൽ ഹെൽത്തിൻ്റെ വന്നുകൊണ്ടിരിക്കുന്നു, ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ എന്നാലും there are a lot of stigmas associated with how people approach someone with a terminal disease. And also how the patient themselves, ആ പേഷ്യൻ്റ് തന്നെ എങ്ങനെ അത് എടുക്കുന്നു, അതേത് സ്പിരിറ്റിലെടുക്കും. നമ്മൾ പറയില്ലേ നല്ല സ്പിരിറ്റിലെടുക്കണം എന്ന്. നല്ല സ്പിരിറ്റിലെടുക്കുന്നൊരു ന്യൂസ് അല്ല ശരിക്കും ക്യാൻസർ ഡയഗ്നോസിസ്. പക്ഷേ ഹൗ ഡു യു കൺവേർട്ട് ദിസ് വീക്ക്നെസ് ഇൻ ടു യുവർ സ്ട്രെങ്ത് എന്നുള്ളത് അത് നിങ്ങളുടെ കൺട്രോളിലാണ്. ഓക്കെ.
ഐ സീ സം എഗ്രീങ് ഫേസസ്. കുറച്ച് പേര് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. സോ എൻ്റെ ഫാമിലിയിൽ എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ടായിരുന്നതാണ് എൻ്റെ ഡാഡ് ആൻഡ് മോം. പിന്നെ സോമൻ, മൈ വിങ് മാൻ, ഹീസ് ഹിയർ വിത്ത് മീ ടുഡേ. സോ ഞാൻ ഈ ഓഡിയോ വിഷ്വൽ നിങ്ങളിവിടെ ചെയ്ത പ്രസൻറ്റേഷൻ്റെ കുറേ വിഷ്വൽസ് കാണുമ്പം എസ്പെഷ്യലി മൈ ബോസ് ഇൻ 2 countries, നിങ്ങളെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ച സിനിമകളല്ലേ അല്ലേ? പക്ഷേ അതിൻ്റെയൊക്കെ ഒരുപാട് ഘട്ടത്തിൽ പക്ഷേ 2009 ഡയഗ്നോസിസ് ആയതിനു ശേഷം ഒരു ലോങ് ജേർണി വിത്ത് ക്യാൻസർ ഉണ്ടാകുമ്പം what happens after a few years is you start having short-term side effects are very easy to deal with. Then you start getting long-term side effects. Then you don't even know. ഞാൻ diagnosed ആയ സമയത്ത് I was so young. I was just 23 years old. So it was tough to എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ഞാൻ എന്തുകൊണ്ടാണ് മൂഡി ആയിട്ടിരിക്കുന്നത് എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. So there are some long-term side effects that you need to think about. Lot of things like, how the impact, നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ്, എസ്പെഷ്യലി റേഡിയേഷൻ, how it impacts you 5 to 6 years later. നമ്മുടെ തൈറോയിഡ് ഗ്ലാൻസിനെ എഫക്റ്റ് ചെയ്യാം, നമ്മുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി എഫക്റ്റ് ചെയ്യാം. സോ യു നീഡ് ടു ബി അവെയർ ഓഫ് ദീസ് തിങ്സ്. ഞാൻ ഈ ഒരു ഗ്രൗണ്ടിലേക്ക് എൻട്രി ചെയ്തപ്പം I was just surprised to see how beautiful this hospital is. It's huge and എല്ലാ ഫെസിലിറ്റിയോടെ എന്ന് വെച്ചാൽ ന്യൂക്ലിയർ മെഡിസിൻ അടക്കം ഉള്ള ഫെസിലിറ്റീസ് ഉള്ളൊരു ഹോസ്പിറ്റലാണിത്. സോ വെൻ യു ഹാവ് ദ സപ്പോർട്ട് ഓഫ് എ ചർച്ച് ദാറ്റ് ഈസ് വില്ലിംഗ് ടു ഡു സച്ച് അമേസിംഗ് കോൺട്രിബ്യൂഷൻ, സച്ച് അമേസിംഗ് വർക്ക് ടു മേക്ക് ദിസ് ഈസിയർ ഫോർ യു, നിങ്ങൾ തീർച്ചയായിട്ടും അത് കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ചെയ്യണം എന്ന് മാത്രമാണ് ഞാൻ സ്ട്രെസ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ അകത്ത് ഏറ്റവും ഈസി ആക്കി തരാൻ പോകുന്ന ഒരു പദ്ധതി അതും കൂടെ ഇന്നിവിടെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഡു യു നോ വാട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് അബൌട്ട് വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് പീപ്പിൾ ടെൽ യു വെൻ ഇറ്റ് കംസ് ടു ക്യാൻസർ? അറിയാവോ? What makes handling cancer easier in the long run? No, not finance. അതൊക്കെ പിന്നെ വരുന്നതല്ലേ. Early diagnosis ആണ്. Really is. Because don't underestimate it. The earlier you diagnose it, it's very hard. ഒന്നാമത് ക്യാൻസറിൻ്റെ ഒരു പ്രത്യേകത is നിങ്ങൾക്ക് ഡിസീസ് ഉള്ള ഭാഗത്തൊന്നുമല്ല ഇതിൻ്റെ സിംറ്റം കാണിക്കുക. മനസ്സിലായോ? അപ്പം എന്ത് പറ്റും വെച്ചാൽ യു വിൽ ഹാവ് എ റോങ് ഡയഗ്നോസിസ്. അത് വേറെ ഏതെങ്കിലും ഒരു ജനറൽ ഫിസിഷ്യൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എന്തെങ്കിലും സ്കിൻ ഡിസീസിന് വേണ്ട ഒരു ട്രീറ്റ്മെൻറ്റും പ്രിസ്ക്രിപ്ഷനും എഴുതി തരും. ഇതിലൊക്കെ യു സ്റ്റാർട്ട് ലൂസിങ് എ ലോട്ട് ഓഫ് ടൈം. സോ ട്രൈ ടു എഡ്യൂക്കേറ്റ് യുവർ സെൽഫ് ഇഫ് യു ഹാവ് എനി പ്രോബ്ലം വിത്ത് യുവർ ഹെൽത്ത് ഇൻ ടേംസ് ഓഫ് സ്മോൾ സിഗ്നൽസ് ദാറ്റ് യുവർ ബോഡി ഈസ് ട്രൈങ് ടു സെൻഡ് ഔട്ട് ടു യു. ചെറിയ രീതിയിലായിരിക്കും ബോഡി ചിലപ്പം നിങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ടാവുക. നിങ്ങളുടെ തിരക്ക് പിടിച്ച് നിങ്ങൾ ഓട്ടത്തിലാണല്ലോ, എല്ലാവരും ഇപ്പോൾ ഓട്ടത്തിലാണല്ലോ. സോ ഇതിനിടയിൽ ചെറിയ സിഗ്നൽസേ നിങ്ങളുടെ ബോഡിക്ക് തരാൻ പറ്റുള്ളൂ ചില സമയത്ത്. പക്ഷേ അതിൻ്റെ കണ്ടീഷൻ കുറച്ച് ആഴത്തിലുള്ളതായിരിക്കും. സോ ഏർലി ഡയഗ്നോസിസ് ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. കാരണം നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് എൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്കം മച്ച് മോർ ഫേവറബിൾ ആയിരിക്കും. The earlier you diagnose, once you get treated, the lesser chances of a secondary cancer or even a relapse. So be aware of this. ഇന്നിവിടെ ലോഞ്ച് ചെയ്യാൻ പോകുന്ന പദ്ധതികൾ ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. എല്ലാവരും ഇത് തീർച്ചയായിട്ടും യൂസ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറയാം. ലേഡീസ് പ്രത്യേകിച്ച് 35 കഴിഞ്ഞ ലേഡീസ്, ഐ ഹൈലി എൻകറേജ് ഓൾ ഓഫ് യു ടു ഗെറ്റ് once in a year ചെയ്താൽ മതി ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ്, മാമോഗ്രാം. ഫസ്റ്റ് ബിഗിൻ അറ്റ് ഹോം ഒരു സെൽഫ് ഡയഗ്നോസിസ്. ആൻഡ് അതിനെക്കുറിച്ച് ഇന്ന് ഇഷ്ടം പോലെ വീഡിയോസ് നിങ്ങൾ വേണ്ടതും വേണ്ടാത്ത വീഡിയോസ് യൂട്യൂബിലിരുന്ന് കാണുന്നുണ്ട്. സോ നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ട വീഡിയോസ് തീർച്ചയായിട്ടും നിങ്ങൾ കാണുക. ഐ തിങ്ക് മലയാളീസ് ആർ റിയലി ഗുഡ് അറ്റ് ടേക്കിംഗ് കെയർ ഓഫ് എസ്പെഷ്യലി ഹെർബൽ ട്രീറ്റ്മെൻറ്റ്സൊക്കെ വി ആർ റിയലി ഗുഡ്. സോ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. എൻ്റെ ട്രൂ ഹീറോസ് എന്നെ ട്രീറ്റ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ് തന്നെയാണ്. ആൻഡ് എസ്പെഷ്യലി ദ നഴ്സിംഗ് സ്റ്റാഫ്.
You guys are the best. Because, of course, patients, doctors, കണ്ടിട്ട് പോവും. പക്ഷേ nurses, no, they are the ones who spend day and night with you. പിന്നെ നേഴ്സസിൻ്റെ അടുത്ത് പറയേണ്ട ഒരു കാര്യം എനിക്കറിയാം, കീമോ വാർഡ്സിൽ പോകുമ്പോൾ, ട്രാൻസ്പ്ലാന്റ് വാർഡ്സിൽ പ്രത്യേകിച്ച് പോകുമ്പം പ്ലീസ് ഹാവ് എ സ്മൈൽ ഓൺ യുവർ ഫേസ്. കാരണം അവർ ഓൾമോസ്റ്റ് 30-35 days ആണ് ഐസൊലേഷനിൽ കിടക്കുന്ന പേഷ്യൻസ് വിത്തൗട്ട് ബീങ് ഏബിൾ ടു സീ ദിയർ ഫാമിലി, റൈറ്റ്? സോ പ്ലീസ് വെയർ ദാറ്റ് സ്മൈൽ ഓൺ യുവർ ഫേസ് ഓൾ ദ ടൈം. താങ്ക് യു ഫോർ ബീങ്, നിങ്ങൾ വെറുതെ അല്ല നിങ്ങളെ മാലാഖകൾ എന്ന് വിളിക്കുന്നത്. സോ ദാറ്റ്സ് റിയലി, യു നോ, ദാറ്റ് റിയലി അപ്ലൈസ് ടു യു ആൻഡ് നോബഡി എൽസ്. ആൻഡ് സിനിമയിൽ പലവരും ഈ ഹീറോസ്, ഹീറോയിൻസ്, മറ്റേ നിങ്ങളൊക്കെ അവരുടെ ഫാൻസാണ്. എൻ്റെ ട്രൂ ഹീറോസ് ഈ സേവനം ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. പീപ്പിൾ ഹു ആർ റിയലി ഇൻ സർവീസ്. ഐ തിങ്ക് ഈവൻ സ്മോൾ ബിസിനസ് ഓണേഴ്സ് ഇൻ കേരള, ദേ കോൾ ദംസെൽവ്സ്, യുനോ വാട്ട് ദേ ആർ ഡൂയിങ്. കാശിന് വരും, പക്ഷേ ഒരു ആക്ട് ഓഫ് സർവീസ് ആണ്. ഈ നാട്ടിൽ കുറേ കാര്യങ്ങൾ നടത്താൻ ശരിക്കൊരു വലിയ മനസ്സ് തന്നെ വേണം. So more than, I've most often seen private firms doing a lot more service and being able to reach a lot more people. Most often seen private firms doing a lot more service and being able to reach a lot more people than most government bodies do. So keep up the good work. Thank you so much to all the religious organizations that are contributing to the welfare of this hospital and to the growth of this hospital. I thank you on behalf of all the people who are, you know, fighting cancer. And to everyone over here, may you never get this dreaded disease. But please know that even if you are diagnosed with cancer one day, advancements in treatments are amazing. ഭയങ്കര എക്സൈറ്റിംഗ് ആണ് the future of cancer. എനിക്കറിയാം ഇതിനൊക്കെ എവിടെയോ ഒരു ക്യൂർ ഉണ്ടാവും. And it's in the works. ബിക്കോസ് ഞാനൊരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഫോർ ഇറ്റ്. ഞാൻ 2014 ഓൾമോസ്റ്റ് റൈറ്റ് ഓഫ് ആയിരുന്നു. പക്ഷേ ഒരു മിറക്കിൾ പോലെയാണ് US ഒരു ക്ലിനിക്കൽ ട്രയൽ ഓഫ് എ വെരി ന്യൂ ഇമ്മ്യൂണോതെറപ്പി ഡ്രഗ് കോൾഡ് നിവലുമാബ് എനിക്ക് ട്രൈ ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടിയത്. ദാറ്റ് ടു ബീങ് നോൺ അമേരിക്കൻ, ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട്. സോ തീർച്ചയായിട്ടും എവിടെയോ ദൈവം എനിക്ക് വഴി കാണിച്ച് തന്നത് തന്നെയാണ്, വേറെ ഒന്നുമല്ല. ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഒരാളല്ല, പക്ഷേ ഞാൻ വളരെ റൈറ്റിയസ് ആണ്, ഭയങ്കര സ്പിരിച്വലാണ്, സത്യം മാത്രമേ പറയുള്ളൂ. എൻ്റെ ദൈവം ആ സത്യത്തിലാണ് ഇരിക്കുന്നത്. ഓക്കെ, മമത മോഹൻദാസ് പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. ഇങ്ങനെയുള്ള രോഗം ആർക്കും വരരുത് പടച്ചോനെ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കോണ്ടന്റ് അവസാനിപ്പിക്കുന്നത്. ഒരു കാര്യം പറയാം, ഇവരൊക്കെ പറയുന്നത് ഇത് ഭയങ്കര പ്രശ്നമാണ്, അങ്ങനെയാണ്. ഇപ്പൊ രേണുവിന്റെ കാര്യത്തിൽ ഇങ്ങനെയാണോ? തെറി വിളിക്കുന്നുണ്ട്, കിച്ചുവിനെ ആക്രമിക്കുന്നുണ്ട്, ഇവിടെയാണ് എനിക്ക് പേഴ്സണൽ സംശയമുള്ളത്. ഓക്കെ, അപ്പോൾ തൽക്കാലം മൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ഇടം വരാം. ഓക്കെ, ബൈ.